എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം, പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഭൂതകാലം എന്നാണ് അർത്ഥം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ടെൻസാണ് പാസ്റ്റ് ടെൻസ്. മറാഠിയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ സാമാന്യ ഭൂത്കാൾ എന്നാണ് പറയുക. എന്നത്തെയും പോലെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് പഠിക്കാം. ഓക്കെ, ഞാൻ പൂനെക്ക് പോയി എന്ന് നമുക്ക് മറാഠിയിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ഇത് പറയുന്നതെങ്കിൽ മറാഠിയിൽ മീ പുണ്യാല ഗേലോ എന്ന് വേണം പറയാൻ. മീ ഞാൻ, പുണ്യാല പൂനെക്ക്, ഗേലോ പോയി. അപ്പോൾ പോവുക എന്നതിന് എന്ത് വാക്കാണ് ഉപയോഗിക്കുക? ജാണേ എന്ന വാക്കാണ് ഉപയോഗിക്കുക. നമ്മൾ ആക്ഷൻ വേർഡ്സിൽ പഠിച്ചതാണ്. പക്ഷെ പോയി എന്നതിന് ജെൻഡർ അനുസരിച്ചിട്ട് അവിടെ ഗേലോ, ഗേലി, ഗേലെ എന്ന വാക്കുകൾ വരും. അതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത് ടെൻസിൻ്റെ ഒപ്പം. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ പോയി എന്നതിന് ഗേലോ എന്നാണ് പറയുക ആൺകുട്ടി പറയുമ്പോൾ. മീ പുണ്യാല ഗേലോ. ഇനി ഇതേ കാര്യം പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലോ മീ പുണ്യാല ഗേലേ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ മീ പുണ്യാല ഞാൻ പൂനെക്ക് എന്നതിന് മീ പുണ്യാല എന്ന് തന്നെയാണ് പറയുക. ഗേലേ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു സ്ത്രീലിംഗ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഗേലേ എന്ന് വേണം പറയാൻ. അതുപോലെ ഇനി ഞങ്ങൾ പൂനെക്ക് പോയി എന്ന് പറയാൻ എങ്ങനെ പറയണം? ആംഹി പുണ്യാല ഗേലോ. നമുക്കറിയാം, ആംഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. പുണ്യാല നമ്മൾ നേരത്തെ നോക്കി പൂനെക്ക്. ഇനി ഇവിടെ പോയി എന്ന് വരാൻ വേണ്ടി ഗേലോ എന്ന വാക്കാണ് ഉപയോഗിക്കുക പ്ലൂറലിന് വേണ്ടിയിട്ട്. ആംഹി പുണ്യാല ഗേലോ. അതുപോലെ നമ്മൾ പൂനെക്ക് പോയി എന്നെങ്ങനെ പറയാം? ആപ്പൺ. നമുക്കറിയാം, നമ്മൾ എന്നതിന് ആപ്പൺ എന്ന വാക്കാണ് ഉപയോഗിക്കുക. പൂനെക്ക് പുണ്യാല ഗേലോ പോയി. ആപ്പൺ പുണ്യാല ഗേലോ, നമ്മൾ പൂനെക്ക് പോയി. ഇനി ഒരു ആൺകുട്ടിയോട് നീ പൂനെക്ക് പോയി എന്നെങ്ങനെ പറയാം? തു പുണ്യാല ഗേലാസ്. ഇവിടെ തു നീ, പുണ്യാല പൂനെക്ക്, പോയി ഗേലാസ്. അപ്പോൾ നമ്മൾ ഒരു ആൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു പുരുഷനോട് നീ പൂനെക്ക് പോയി എന്ന് പറയുമ്പോൾ തു പുണ്യാല ഗേലാസ്. അതുപോലെ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോടാണ് നീ പൂനെക്ക് പോയി എന്ന് പറയുന്നതെങ്കിൽ തു പുണ്യാല ഗേലീസ് എന്ന് വേണം പറയാൻ. സ്ത്രീലിംഗമാവുമ്പോൾ ഗേലീസ് എന്ന് പറയണം. ഇനി നിങ്ങൾ പൂനെക്ക് പോയി എന്ന് ബഹുവചനത്തിൽ പറയാൻ നേരത്ത് തുംഹി പുണ്യാല ഗേലാത്ത്. അതുപോലെ നിങ്ങൾ പൂനെക്ക് പോയി എന്ന് റെസ്പെക്റ്റോട് കൂടി പറയാൻ നേരത്തും തുംഹി പുണ്യാല ഗേലാത്ത്. അതുപോലെ താങ്കൾ പൂനെക്ക് പോയി എന്ന് പറയാൻ ആപ്പൺ പുണ്യാല ഗേല. ഈ തുംഹി, ആപ്പൺ ഇതെല്ലാം നമ്മൾ പ്രൊനൗൺസിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അതേ വേർഡ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുക. പക്ഷേ ഗേല, ഗേലി, ഗേലെ എന്നുള്ള ആ വാക്കുകളാണ് ജെൻഡർ അനുസരിച്ചിട്ടും സിംഗുലർ പ്ലൂരൽ നൗൺ അനുസരിച്ചിട്ടും മാറ്റം വരിക. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി അവൻ പൂനെക്ക് പോയി എന്നെങ്ങനെ നമുക്ക് പറയാം? തോ പുണ്യാല ഗേല. നമുക്കറിയാം, തോ എന്ന് പറഞ്ഞാൽ അവൻ, പുണ്യാല പൂനെക്ക്, ഗേല മെയിലായതുകൊണ്ട് പുല്ലിംഗായതുകൊണ്ട് ഗേല എന്നാണ് വരിക. തോ പുണ്യാല ഗേല. ഇനി അവൾ പൂനെക്ക് പോയി എന്നെങ്ങനെ പറയാം? തീ പുണ്യാല ഗേലി. തീ അവൾ, പുണ്യാല പൂനെക്ക്, ഗേലി പോയി, അവൾ പൂനെക്ക് പോയി. ഇനി ന്യൂട്ടർ ജെൻഡറിൽപ്പെട്ടത്, അതായത് ഒരു കൊച്ചുകുട്ടി പൂനെക്ക് പോയി എന്ന് ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ അത് പൂനെക്ക് പോയി എന്നാണ് അവിടെ വരിക. അപ്പോൾ അത് എന്ന് സൂചിപ്പിക്കാൻ തേ എന്ന വാക്കാണ് വരിക. തേ പുണ്യാല ഗേലേ. ന്യൂട്ടർ ജെൻഡർ ആയതുകൊണ്ട് അവിടെ ഗേല എന്നുമല്ല ഗേലി എന്നുമല്ല ഗേലേ എന്ന വാക്കാണ് വരിക. തേ പുണ്യാല ഗേലേ. ഇനി നമുക്ക് ബഹുവചനത്തിൽ അഥവാ പ്ലൂരൽ നൗൺ യൂസ് ചെയ്തുകൊണ്ട് ഇതേ കാര്യം എങ്ങനെ പാസ്റ്റ് ടെൻസിൽ പറയാം എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ ഒരു പറ്റം പുരുഷന്മാരാണ് പൂനെക്ക് പോയത്. അതിന് പ്രോനൗൺ ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് പറയണം. അവർ എന്ന പ്രോനൗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയണം. അപ്പോൾ അവർ എന്നത് പുരുഷന്മാർക്ക് വേണ്ടി പറയാൻ നേരത്ത് തേ എന്ന പ്രോനൗണാണ് വരിക. അത് നമ്മൾ നേരത്തെ പ്രോനൗൺസിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അവർ പൂനെക്ക് പോയി എന്ന് പുരുഷന്മാരെ സൂചിപ്പിച്ചും കൊണ്ട് പാസ്റ്റ് ടെൻസിൽ പറയാൻ തേ പുണ്യാല ഗേലേ എന്ന് വേണം പറയാൻ. അത് തന്നെ ഇനി സ്ത്രീകളെ സൂചിപ്പിച്ചും കൊണ്ട് പറയണമെങ്കിലോ അവിടെ അവർ എന്ന് പറയാൻ ത്യാ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ത്യാ പുണ്യാല ഗേല്യ. ഇവിടെ ഗേല്യ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം സ്ത്രീകളെയാണ് അത് സൂചിപ്പിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ. ത്യാ പുണ്യാല ഗേല്യ. ഇനി ന്യൂട്ടർ ജെൻഡർ, അതിൽ കൊച്ചുകുട്ടികളാണ് നമ്മൾ എക്സാമ്പിളായിട്ട് സാധാരണ എടുക്കാറ്. അവിടെ കൊച്ചു കുട്ടികളെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ കുട്ടിയുണ്ട്, പ്ലൂരൽ നൗണിൽ സൂചിപ്പിക്കാൻ തീ എന്ന പ്രോനൗണാണ് യൂസ് ചെയ്യുക. ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തീ പുണ്യാല ഗേലി എന്ന് വേണം പറയാൻ. ഇവിടെ ഗേലി എന്നാണ് വരിക. ഓക്കെ, അവർ പൂനെക്ക് പോയി, അവർ പൂനെക്ക് പോയി എന്ന് ന്യൂട്ടർ ജെൻഡർ പ്ലൂരൽ നൗണിൽ യൂസ് ചെയ്യാൻ തീ പുണ്യാല ഗേലി എന്ന് വേണം പറയാൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്നെ അറിയിക്കാനും മറക്കരുത്. Until we see next time, happy living guys.